എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അമ്മണി അച്ചമ്മയുടെ വരവോട് കൂടിയിട്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വിശ്വവും വിനായകനും ഒക്കെ. കാരണം ഇനി കിട്ടാൻ പോകുന്ന 8ന്റെ പണിയാന്നറിയാം. വിശ്വത്തിന്റെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കാരണം തൊടിയെല്ലാം നനയ്ക്കണം, ആ ജോലിയൊക്കെ. ദൈവമേ, ഇനിയിപ്പം നാളെ മുതൽ എന്ത് ചെയ്യുമോ എന്നോർത്തിരിക്കുകയാണ്. പിന്നീട് വിക്രത്തെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ്. ചെന്നിട്ട് സത്യം പറയടാ, നീ എങ്ങനെയാടാ ആ പെണ്ണിനെ അടിച്ചു പറ്റിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ അച്ഛമ്മേ, ഞാൻ വേണ്ട മോനെ, എന്നാലും ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു ഐശ്വര്യമാടാ. സത്യം പറ, നീ കുറെ കാലം കൊണ്ട് പുറകെ നടന്ന് പ്രണയിച്ച് കല്യാണം കഴിച്ചാണെന്ന് ചോദിക്കും. എന്നാലും നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയണം. അത് പിന്നെ അച്ഛമ്മ പെട്ടെന്ന് അത് മനസ്സിലായി. പെട്ടെന്നൊരു നിമിഷം നീ അങ്ങ് തീരുമാനിച്ചു. നിന്റെ അച്ഛനെ അമ്മയെങ്കിലും നീ അറിയിച്ചോന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാൻ അവരെ അറിയിച്ചില്ലല്ലേ, വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോരുക ചെയ്തല്ലേന്ന് ചോദിക്കാം. എന്നാലും നീ കൊള്ളാടാ, ഇത്രയധികം നിന്നെ സ്നേഹിച്ച് ഈ അച്ഛമ്മയോടെങ്കിലും നീ ഒരു വാക്ക് പറഞ്ഞോ. ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര നാളായെന്ന് ചോദിക്കാം. കുറച്ച് നാളായെന്ന് പറയാം. ഓഹോ, എന്നിട്ട് എന്നെ മറച്ചു വെച്ചിരിക്കുമായിരുന്നില്ലേ. നിന്റെ അച്ഛനും ഇത് പറഞ്ഞില്ല, അമ്മ എന്നോട് പറഞ്ഞില്ല. നിനക്കെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് പറയാൻ മേലായിരുന്നു ചോദിക്കുക. അല്ല, അത് പിന്നെ അച്ഛമ്മേ ഞാൻ. ഓഹോ, അപ്പൊ ഈ കിളവെ അറിയണ്ടെന്ന് നീ വിചാരിച്ചില്ലേ. അങ്ങനെ ഇപ്പൊ അല്ലാതെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. അയ്യോ അച്ഛമ്മേ, പ്രശ്നമൊന്നും ഉണ്ടാക്കലെന്ന് പറയണം. പ്രശ്നം ഉണ്ടാക്കണം വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാന്ന് പറയണം. അങ്ങനെ വിക്രത്തിനോട് ഇങ്ങോട്ട് വാടാന്ന് പറയണം. അങ്ങനെ വിക്രത്തെയും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് വേദ വരുവാണ്. അപ്പം വേദയും നളിനി ശ്രീജയൊക്കെ ഉണ്ട്. ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കമലയ്ക്ക്. എങ്ങാനും നന്ദിനി ഇപ്പം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചല്ല, ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തീർന്നു. അതൊക്കെ ഒരു ടെൻഷനോട് കൂടിയിട്ട് കമല മാഷിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷെ, അമ്മേനെ ഇപ്പം കൂട്ടിക്കൊണ്ട് വരണമായിരുന്നോ, അല്ല അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് പോരായിരുന്നൊക്കെ. മാഷ് പറഞ്ഞ് എപ്പോഴാണെങ്കിലും അറിയും. പിന്നെ അത് വെച്ചാൽ നേരത്തെ അറിഞ്ഞാൽ എന്തോ കുഴപ്പം. പക്ഷെ കമലയ്ക്ക് ടെൻഷൻ. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും, നിനക്കെങ്കിലും ഒന്ന് പറയാൻ മേലായിരുന്നോ. അമ്മയോട് കള്ളത്തരോ അല്ലത്തരം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചാന്നാ. അല്ലെന്നെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ. അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനോട് കൂട്ടിട്ട് നിൽക്കുമ്പോഴാണ് അമ്മണി അച്ഛമ്മ നേരെ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നേ. വേദയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദേ, ഇവന്റെ മുഖത്തേക്ക് ഇനി ശരിക്കും നോക്കിയായിരുന്നെന്ന് ചോദിക്കും. എന്താ അച്ഛമ്മേ. അല്ല, ഈ കുരങ്ങന്റെ മോന്ത പോലെ ഇരിക്കുന്ന ഇവന്റെ മുഖം കണ്ടിട്ട് നീ എങ്ങനെ ഇവനെ പ്രണയിച്ചെന്ന് ചോദിക്കുക. എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. ഇവന്റെ മുഖം ശരിക്കും കണ്ടിട്ട് തന്നെയാണോ നീ പ്രേമിച്ച് ഇവനെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം വേദയ്ക്ക് ആദ്യം ചിരി വന്നു. വിക്രം ആകെപ്പാടെങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. വിക്രത്തിന് എന്ത് ചെയ്യണം നടത്തില്ല. ദയനീയ അവസ്ഥയിൽ ഇങ്ങനെ ഒന്ന് അച്ഛമ്മേനെ നോക്കുവാണ്. ഈ സമയം വേദ പറഞ്ഞു, അത് പിന്നെ ശ്രീരാമചന്ദ്രനെ സീത ഇഷ്ടപ്പെട്ടത് കണ്ടിട്ടല്ലല്ലോ. അതുപോലെ തന്നെ ദമയന്തി നളനെ ഇഷ്ടപ്പെട്ടത് അത് കണ്ടിട്ടൊന്നും അല്ലല്ലോ, അല്ലാതെയല്ലേ പ്രണയിച്ചതെന്നൊക്കെ ചോദിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. സബാഷ്, സൂപ്പറായിട്ടുണ്ട്. എന്നാലും നല്ല അറിവും ബോധവും കൂടെ ഉള്ള കുട്ടിയാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. കണ്ടുപഠിക്കടാ ഇവളെ. എടാ, നിനക്ക് എങ്ങനെയൊക്കെ അറിയാവുന്ന ചോദിക്കാം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, പിന്നെ ഇവളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ജീവൻ തീർന്നു. എന്താടാ നീ കുശൂഷിക്കുന്നേ. ഒന്നുമില്ലാന്ന് പറയണേ. പക്ഷെ നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വേദനെ പുകഴ്ത്തിയത്. ട്യൂഷനായിട്ട് ഇങ്ങനെ നോക്കുവാണ് നന്ദിനി. പിന്നീട് നന്ദിനിയോടും വിനായനോടും കൂടെ അങ്ങോട്ടേക്ക് വരാൻ പറയാണ് അച്ഛമ്മ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞ് പറഞ്ഞു, സത്യം പറയടാ, ഇപ്പം നീ വീട്ടിൽ പൈസയെ കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വിനായകൻ പറഞ്ഞു, ഉണ്ടച്ഛമ്മ, ഞാൻ കൊടുക്കാറുണ്ടെന്ന് പറയാം. നീ അല്ലേ മോനെ, നീ കൊടുക്കുമല്ലേ എന്നൊക്കെ എനിക്ക് അറിയാടാന്ന് പറയണം. അല്ല അച്ഛമ്മ, നേരായിട്ടും കൊടുക്കുന്നുണ്ട്. പണ്ട് നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയാം. നിന്റെ അച്ഛനെ പറ്റിച്ച് നീ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രണ്ടുപേരും കൂടെ ഏതാണ്ട് മല മറിച്ച് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് നക്കാപ്പിച്ച പൈസയും കൊടുക്കും. അച്ഛമ്മയ്ക്ക് പിന്നെ നാക്കിൽ ലൈസൻസ് ഇല്ലോ, എന്തുണ്ടെങ്കിലും വെട്ടി തുറന്നു പറയും. നക്കാപ്പിച്ച പൈസയും കൊടുത്തിട്ട് നീ ഇവിടുന്ന് നല്ല 4 നേരം കൂടെ വെട്ടി വിഴുങ്ങും. നീ അതെ, നിന്റെ ഭാര്യ അതെ. ഇവളാണെങ്കിലോ ഒരു ജോലി പോലും ചെയ്യാതെ കയറി അങ്ങോട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പോഴും ആ സ്വഭാവം തന്നെയാണോന്ന് ചോദിക്കാം. അയ്യോ, അങ്ങനെ എന്തെങ്കിലും അച്ഛമ്മയെന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും നിന്റെ അച്ഛനെ പഠിച്ചെന്ന് കഴിയാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് മാറ്റി വെച്ചാരോ. ഇവിടെ അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഒരുത്തിനിട്ടുള്ള പണിയും കൊടുത്തിട്ടുണ്ട് വിശ്വത്തിനിട്ട്. ഇനിയിപ്പോൾ അതേ പണി തന്നെയാണ് നിനക്കിട്ടും തരാൻ പോകുന്നത്. മര്യാദയ്ക്ക് നീ ജോലി ചെയ്ത് പൈസ കൊടുത്തണം വീട്ടിൽ. അത് മാത്രമല്ല, നിന്റെ അച്ഛനെ സഹായിക്കുകയും വേണമെന്ന് പറയാം. സഹായിക്കാനാ ഞാനാ? അല്ല അച്ഛമ്മേ, അത് പിന്നെ എനിക്ക് എൻ്റെതായ പണികളൊക്കെ ഇല്ലെന്ന് നിൽക്കും. നിൻ്റെതായ പണികളൊക്കെ നീ ചെയ്തോ, ചെയ്യണ്ടെന്ന് ഇവിടെ ആരും പറയണില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നിന്റെ അച്ഛനെ നിനക്ക് സഹായിച്ചാൽ എന്താ കുഴപ്പം? മലമറിക്കുന്ന ജോലിക്കൊന്നുമല്ലേ നീ പോന്നേ. നീ വല്ല ഗവൺമെൻറ് ഉദ്യോഗത്തിനും പോവാണോ? നേരത്തെ പോയി നേരത്തെ വരാനായിട്ട്? അല്ല,
പിന്നെ എന്താടാ കുഴപ്പം? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുക. പിന്നെ ഈ അച്ഛമ്മേനെ പറ്റിക്കാൻ നോക്കണ്ട. ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തി എത്ര രൂപ കിട്ടുമെന്നൊക്കെ ഏകദേശം കണക്കൊക്കെ എനിക്കറിയാം. ദേ നിന്റെ അച്ഛനെ അമ്മേനെ പറ്റിക്കുന്ന പോലെ എൻ്റെ അടുത്ത് പറ്റിപ്പീരുമായിട്ട് നീ വന്നേക്കല്ലേ. അറിയാലോ, നല്ല പൈസ കിട്ടുന്നുണ്ടുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാം. അയ്യോ, അത്രയൊന്നും പൈസയൊന്നും കിട്ടുന്നില്ല അച്ഛമ്മേന്ന് പറയാം. വേണ്ട മോനെ, എൻ്റെ അടുത്ത് നീ പണി തരാൻ വരില്ല കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. വേദി ഇതെല്ലാം ശ്രദ്ധിച്ചു. അച്ഛമ്മ ഒരു കൊള്ളാലോ ആള്. കാരണം എല്ലാവരുടെയും കാര്യം നല്ല വ്യക്തമായിട്ട് അറിയാൻ ചെയ്യാം. ഓരോരുത്തരും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീജേടത്തി എന്താണെന്നും നന്ദിനി ചേച്ചി എന്താണെന്നും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനാ പറയുന്നു, വിക്രത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചമ്മയ്ക്ക്. കാരണം വിക്രം അതുപോലെയാണ് ഇടപെടുന്നതൊക്കെ. പിന്നീട് അച്ഛൻ പറഞ്ഞു, ഇപ്പം നല്ല വിശപ്പായെന്ന് തോന്നുന്നു, ഇനി ഇത്തിരി ആഹാരം കഴിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് വേദയോട് പറഞ്ഞു. അതെ, ആ ദോശ സാമ്പാറും കൊടുത്തോളാൻ പറയണം. നന്ദിനി ഓർത്തു, ഓ രക്ഷപ്പെട്ടു, ഇന്നത്തോടു കൂടി കാര്യക്ക് തീരുമാനമായി. അവൾ തനിക്കൊരു പുലാവ് ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ പൊന്നോ, എരിഞ്ഞിട്ട് മനുഷ്യന് 10 ദിവസം പോലും അതിൻ്റെ നാവിന്ന് അതിൻ്റെ ആ വൃത്തികെട്ട ടേസ്റ്റ് മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് അച്ഛമ്മയുടെ കാര്യം തീരുമാനവും. ദൈവമേ, ആ സാമ്പാറും ദോശയും കരിഞ്ഞു പോണേ, ഒരു കാരണവശാലും ഇത് കൊള്ളാവുന്നതായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശപിക്കുവാണ്. വേദന ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണേ, അച്ഛമ്മയുടെ വായി നല്ല ചീത്ത വെക്കണേ എന്നൊക്കെ പറയാണ്. അവളുണ്ടാക്കിയ സാമ്പാറല്ലേ, ഉറപ്പായിട്ടും അതെങ്ങനെയുള്ളതെന്ന് നന്ദിനിക്ക് അറിയായിരുന്നു. വേദയ്ക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അച്ഛമ്മ ആളെ സ്ട്രിക്റ്റ് ആണ്. അതിനേക്കാളും ഇവർ എല്ലാവരുമായിട്ട് സോഷ്യലായിട്ട് ഇടപെടുകയും ചെയ്യും. പക്ഷേ എങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടിട്ടാണെങ്കിൽ മുഖത്തടിച്ച പോലെ പറയും. അത് പിന്നത്തേക്ക് മാറ്റി വെക്കൂല. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അച്ഛമ്മ. അങ്ങനെ വേദ എന്ത് ചെയ്യുവാണ്, സാമ്പാറും ദോശയൊക്കെ കൊണ്ട് വെച്ചു. ഈ സമയം കമലയും ശ്രീജയും നന്ദിനി എല്ലാവരും ഉണ്ട്, ചുറ്റും നിൽപ്പുണ്ട്. പിന്നീട് ഇച്ചിരി സാമ്പാർ ദോശയ്ക്കകത്തേക്ക് ഒഴിച്ച് കഴിച്ചു, വായി വെച്ചു. പെട്ടെന്ന് ചോദിച്ചു, എടി നിന്നെ ആരുടെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് ചോദിക്കോ. ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി. നന്ദിനി ഓർത്തു, കിട്ടി, ഇപ്പം തന്നെ കിട്ടി, ഇനി മിക്കവാറും അടിയോ ചീത്ത എന്തെങ്കിലും ആയിരിക്കും കിട്ടാൻ പോണേന്ന് ഓർത്ത് നിൽക്കുകയാണ്. വേദ പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛമ്മേ, ഞാൻ സൂപ്പറായിട്ടുണ്ട്. അതെ, ഇതിൻ്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അതെ, എൻ്റെ അമ്മണീസ് കിച്ചണിൽ എനിക്ക് ഇടാനാന്ന് പറയണം. ഇത് കേട്ടോ നന്ദിനി ഒന്ന് ഞെട്ടി. ഇതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ എന്ന് പറയണം. വേദയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നീട് നന്ദിനിയോട് പറഞ്ഞ്, കണ്ടുപഠിക്കടി, നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാം. നന്ദിനി പറഞ്ഞു, അത് പിന്നെ ഞാൻ നിനക്ക് ഉണ്ടാക്കാൻ അറിയാം, 4 നേരം വെട്ടി വിഴുങ്ങാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ, അല്ലാതെ എന്തേലും പാചകം ചെയ്യാൻ അറിയാവോ? ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് നിന്നിട്ടുണ്ട്, നിന്റെ കൈ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആഹാരം വെച്ചുണ്ടാക്കി തന്ന് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കമല പറഞ്ഞു, അമ്മേ 2 ദിവസം കൂടെ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. വേണ്ട, ഞാനേ ഒത്തിരി ആഹാരമൊന്നും ഇപ്പോൾ കഴിക്കാറില്ല, നല്ല ഡയറ്റിങ്ങിലാ, വയസ്സ് പ്രായമായി വരുമല്ലേ, അധികം വണ്ണം വെച്ചാൽ കൊള്ളത്തില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, അതൊന്നും ഇല്ല അച്ഛമ്മേ, നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണമെന്ന് പറയണം. പിന്നീട് അവരെങ്ങനെ ഓരോ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വേദ മുറിയിലേക്ക് ചെല്ലുവാണ്. വിക്രം ആകെപ്പാടെ തീ പിടിച്ച അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എന്നാലും അച്ഛമ്മയ്ക്ക് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, എന്നെപ്പോലെ നല്ല സുന്ദരി കുട്ടീനെ കുരങ്ങൻ എങ്ങനെ കിട്ടിയെന്ന് ഓർത്തിട്ട്. ഇത് കേട്ടപ്പോൾ വിക്രം, നീ അധികം നികളിക്കൊന്നും വേണ്ടെന്ന് പറയണം. പിന്നെ അച്ഛമ്മ ഉള്ള സത്യം പറയുന്നുള്ള കാര്യം മനസ്സിലായി, കണ്ടില്ലേ, അച്ഛമ്മയ്ക്കറിയാം, മുഖത്ത് നോക്കി സത്യം പറയും. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, പിന്നെ ഒരു ലോകസുന്ദരി വന്നിരിക്കുന്നു, നീ ആരാന്ന് നിന്റെ വിചാരം ചോദിക്കും. എന്താണെങ്കിലും നിങ്ങളെക്കാളും നല്ലതാണോ, നിങ്ങളുടെ സ്വന്തം അച്ഛമ്മ തന്നെ പറഞ്ഞ കാര്യമില്ലേന്ന് ചോദിക്കും. അതും പറഞ്ഞ് 2 പേരും കൂടെ കിടന്ന് അടിയുണ്ടാക്കണം. പിന്നീട് പറഞ്ഞു, അച്ഛമ്മ വന്ന് എനിക്ക് എന്താണ് നല്ല കാര്യമായിപ്പോയി, നിങ്ങളെ ഒരു പാഠം പഠിക്കാനായിട്ട് ഞാൻ അച്ഛമ്മേനെ കൂട്ടുപിടിക്കുമെന്ന് പറയണം. ചേട്ടൻ വിക്രം പറഞ്ഞു, പിന്നെ നടന്നത് തന്നെയെന്ന് പറയണം, നമുക്ക് നോക്കാം, ഇവിടെ തന്നെയല്ലേ ഉള്ള അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഒരു ചിരിയും ചിരിച്ചിട്ട് പോവാണ്. ദൈവമേ, ഇവള് തനിക്കിട്ട് പാര പണിയുമെന്ന് തോന്നുന്നല്ലോ, അല്ലെങ്കിൽ തന്നെ അച്ഛമ്മയ്ക്ക് തൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അതോട് കൂടിയിട്ട് തന്നെ ഇവിടുന്ന് മിക്കവാറും പൊക്കം വിടുന്നുള്ള കാര്യം ഉറപ്പായി. അതൊക്കെ ഓർത്തിട്ട് വിക്രത്തിൻ്റെ ഉള്ള സമാധാനം പോയി. പക്ഷെ വേദയ്ക്ക് സന്തോഷമായിരുന്നു. അച്ഛമ്മയുടെ സ്വഭാവം എല്ലാം നേരെ പോകുന്നുള്ള സ്വഭാവം, പിന്നെ അച്ഛമ്മ എല്ലാവരുടെയും ഇടപെടുന്ന രീതി എല്ലാം വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയായിരുന്നു തിരിച്ച് അമ്മണിയമ്മയ്ക്കും വേദൻ്റെ സ്വഭാവം എല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല കുട്ടിയാണ്, നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല ആവശ്യത്തിന് ബുദ്ധിയും വിവേകം എല്ലാം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഈ കുടുംബത്തിലേക്ക് വന്നു ചേരേണ്ട മരുമകളാണെന്ന് മനസ്സിലായി. പിന്നീട് കമലയുടെ അടുത്ത് നിന്നിട്ട് അമ്മണിയമ്മ പറഞ്ഞു, ദേ നിനക്ക് വന്ന മരുമകളിൽ വെച്ച് ഏറ്റവും നല്ലവള് അവളാന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയും കാരണം എന്താണെന്നറിയാവോ, അവൾ ഈ കുടുംബത്തെ നന്നായിട്ട് ഒന്ന് ശുദ്ധീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അത് ശരിയാമ്മേ, അവൾ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങളുണ്ടെന്ന് പറയാണ്. അവൾ മിടിക്കുകയാള്, അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞേ, അല്ലാതെ മറ്റൊരു മോശമെന്നല്ല ഞാൻ പറഞ്ഞേ, അവൾ മിടിക്കുകയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി അമ്മ എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അച്ഛമ്മ
വേദയും കൂടെ കൂടിയിട്ട് വിക്രത്തിനെ വിശ്വത്തിനെ എല്ലാവരും നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.